ഒരിക്കൽ ഒരു കൊട്ടാരത്തിൻ്റെ വാതിക്കൽ ഭിക്ഷയെടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ കൊട്ടാരത്തിൻ്റെ കതകിൽ ഒട്ടിച്ചിരുന്ന ഒരു അറിയിപ്പ് കണ്ടു. രാജാവ് ഒരു വിരുന്ന് നടത്തുന്നു, അതിൽ വിശേഷ വസ്ത്രം ധരിച്ച് മാത്രമേ പ്രവേശിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു. ഈ യാചകന് അതിൽ പങ്കെടുക്കുവാനായിട്ട് അതിയായ ആഗ്രഹം തോന്നി. ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാൾ രാജാവിൻ്റെ മുന്നിൽ ചെന്ന് മുഖം കാണിച്ചു പറഞ്ഞു, പ്രഭു, എനിക്കും അങ്ങയുടെ വിരുന്നിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. എനിക്ക് എന്നാൽ ധരിക്കാൻ വിശേഷ വസ്ത്രങ്ങളില്ല. രാജാവിന് ദയ തോന്നി അയാളെയും വിരുന്നിൽ പ്രവേശിക്കുവാനായിട്ട് രാജാവ് അനുവാദം കൊടുത്തു. അയാൾക്ക് ധരിക്കാനായിട്ടൊരു നല്ല വസ്ത്രവും കൊടുത്തു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇനി ഒരിക്കലും നീ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കരുത്, ഈ വിശേഷ വസ്ത്രം കീറിക്കളയുകയും ചെയ്യരുത്. രാജാവിന് നന്ദിയൊക്കെ പറഞ്ഞ് അയാൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു മൂലയ്ക്ക് തൻ്റെ പഴയ മുഷിഞ്ഞ വസ്ത്രം കാണുന്നത്. അയാൾ ഓടിച്ചെന്ന് ആ പഴയ വസ്ത്രം വാരിയെടുത്ത് അതും പിടിച്ചുകൊണ്ട് വിരുന്നിൽ പ്രവേശിച്ചു. എവിടെ പോയാലും ആ മുഷിഞ്ഞ തുണിക്കെട്ടും കൊണ്ടായിരുന്നു അയാളുടെ നടത്തം. അടിക്കടി തൻ്റെ കയ്യിൽ നിന്നും താഴെ വീഴുന്ന ഈ തുണിക്കെട്ട് എടുക്കുന്നത് മൂലം വിരുന്നിൽ ശരിയായി ശ്രദ്ധിക്കുവാനും ഭക്ഷണം ആസ്വദിക്കുവാനും ഒന്നും അയാൾക്ക് സാധിച്ചില്ല. ദിവസങ്ങൾ പോകും തോറും ഭിക്ഷക്കാരന് തൻ്റെ പഴയ മുഷിഞ്ഞ വസ്ത്രമടങ്ങിയ ഭാണ്ഡക്കെട്ടിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. എവിടെ പോയാലും അത് കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് ഈ മനുഷ്യൻ പോകും. പഴയ മുഷിഞ്ഞ തുണി അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം മുഴുവനും കവർന്നെടുക്കുകയാണ്. ആ യാചകനെ പോലെയാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കയ്യിലുമുണ്ട് ധാരാളം ഭാണ്ഡക്കെട്ടുകൾ. അതും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ദുഃഖങ്ങളും ദേഷ്യവും ചുമന്നുകൊണ്ട് നാം നമ്മുടെ സന്തോഷത്തെയും ജീവിതത്തെയും വേണ്ട രീതിയിൽ ആസ്വദിക്കാതെ കാലം ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. നമ്മുടെ അനുവാദം കൂടാതെ, അല്ലെങ്കിൽ നമ്മളിൽ ഭാരമായിരിക്കുന്ന ആ മുഷിഞ്ഞ ഭാണ്ഡക്കെട്ടുകൾ വലിച്ചെറിയുവാൻ നമുക്ക് സമയമായി.